ഞാനൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എനിക്ക് തോന്നിയതാണ്, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണം, അല്ലാതെ വേറെ ഒരാളുടെ വീഡിയോ എടുത്തിടല്ല. അപ്പം ഞാനത് പറയണം. നിങ്ങൾ AI വീഡിയോയിലൂടെ വൈറലായവരാണോ, അല്ലെങ്കിൽ AI വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, അവരാ സൂക്ഷിക്കണം കേട്ടോ. ഇനി അടുത്ത പണി അവർക്കുള്ളതാണ്. കാരണം വേറൊന്നുമല്ല, യൂട്യൂബ് മാമി എപ്പോഴും അധ്വാനിക്കാതെ ഒരു 5 പൈസ തരില്ല. എത്ര കഷ്ടപ്പെട്ടാലും അതിലും നന്നായി നന്നായി ഒന്ന് ആ വീഡിയോസുകളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നല്ല തെറ്റുകുറ്റങ്ങളില്ലാത്ത അങ്ങനെ നന്നായി പെർഫെക്റ്റായി ചെയ്തവർക്ക് മാത്രമാണ്, അധ്വാനിച്ചവർക്ക് മാത്രമാണ് യൂട്യൂബ് മാമൻ പൈസ കൊടുക്കുള്ളൂ, ക്യാഷ് കിട്ടുള്ളൂ. അപ്പോൾ അതിനിടയിൽ ഓരോ ട്രിക്കിലൂടെ ഇങ്ങനെ വൈറലായവർ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി പല വീഡിയോസ് ഇട്ട് അപ്ലോഡ് ചെയ്ത് പിന്നെ അതിലൊരു AI വീഡിയോ ഇട്ട് കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ഒരു AI വീഡിയോ ഇട്ടു, അത് നല്ല റെക്കമെൻഡേഷൻ കിട്ടി, നല്ല വൈറലാവുകയും ചെയ്യും, സബ് കൂടും, അതേപോലെ വാച്ച് ടൈം കൂടും, എല്ലാം കിട്ടും. പക്ഷേ നമ്മുടെ ചാനൽ പിന്നെ അത് മോണിറ്റേഷൻ ആവാൻ ചിലപ്പോൾ മോണിറ്റേഷൻ ആവും, പിന്നെയും അത് റീച്ച് കമ്മിയായി ചിലപ്പോൾ ചാനലേ പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് AI വീഡിയോ ഇടുന്നവർ പ്രത്യേകം സൂക്ഷിച്ചോ. ഇനി അതിലൂടെ വൈറലായി കഴിഞ്ഞാൽ കൂടി ലാസ്റ്റ് വഴിയേ 8ൻ്റെ പണി വരുന്നതേ ഉള്ളൂ. ചിലപ്പോൾ നോക്കിക്കോട്ടോ, യൂട്യൂബ് മാം പറയും AI വീഡിയോ ഇടുന്നവർ ചാനൽ മോണിറ്റേഷൻ ആവില്ല എന്നും കൂടി ഇനി അടുത്തതായിരിക്കും കേൾക്കാൻ പോകുന്നത്. കാരണം ഇതേപോലെയായിരുന്നു ഒരു സമയത്ത് സ്ക്രീൻ കാസ്റ്റ് ലൈവ്. എല്ലാവർക്കും ചെയ്തവർക്കൊക്കെ ഓർമ്മയുണ്ടെന്നറിയില്ല. സ്ക്രീൻ കാസ്റ്റ് ലൈവ് ഇട്ട വാച്ച് ടൈം കൂടും, അതേപോലെ മോണിറ്റേഷൻ ആവാൻ അത് മതി എന്നൊക്കെ പറഞ്ഞൊരു ആ ടൈമിൽ ഭയങ്കര ഇതായിരുന്നു. പക്ഷെ എല്ലാവരും അത് ഇടാൻ തുടങ്ങിയപ്പോൾ അവസാനം യൂട്യൂബ് മാമ അതും എടുത്തു കളഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, ഇതാ വരുന്നുള്ളൂ, 8ൻ്റെ പണി ബാക്കി വരുന്നുണ്ട്. AI വീഡിയോ ഇടുന്നവർ സൂക്ഷിച്ച് മുന്നോട്ട് വയ്ക്കുള്ളൂ എന്ന് അതാണ് ഞാൻ പറയാൻ കാരണം സ്ക്രീൻ കാസ്റ്റ് ലൈവ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഞാനും അതേപോലെ ചെയ്തിട്ടുണ്ട്. രാവിലെ ഓണാക്കി വെച്ചാൽ മതി, അപ്പം നിങ്ങൾക്ക് വാച്ച് ടൈം കൂടും, ഒരു പേടിയില്ല. ഒരു ദിവസം കൊണ്ട് 4000 വാച്ച് ടൈം കിട്ടും. ലാസ്റ്റ് അവസാനം എന്തായി, മോണിറ്റേഷനാക്കാൻ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അത് റിജക്റ്റ് ആവും. ലാസ്റ്റ് ഒരു സ്കീം കൊണ്ടുവന്നു, ഇനി സ്ക്രീൻ കാസ്റ്റ് ലൈവ് ഇട്ട് കഴിഞ്ഞാൽ സൈലൻ്റ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ ചാനൽ മോണിറ്റേഷൻ ആവില്ല എന്ന് പറഞ്ഞു. അതേപോലെയാണ് ഈ AI വീഡിയോ വരുന്നത്. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചോളൂ. ഇനി AI വീഡിയോ ചെയ്യുന്നവർ സൂക്ഷിച്ച് മുന്നോട്ട് പോകുക കേട്ടോ. അപ്പോൾ ഞാനിത് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇത് വേറെ ആരും പറഞ്ഞതൊന്നുമല്ല, ഗൂഗിളിൽ നിന്ന് ഒന്നും എടുത്തതല്ല, എൻ്റെ ഒരു അനുഭവത്തിൽ, അതായത് ഞാൻ പറഞ്ഞു തന്നതാണ്. കാരണം ഞാൻ സ്ക്രീൻ കാസ്റ്റ് ലൈവ് ചെയ്തു, എൻ്റെ ചാനൽ ഇങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് നിങ്ങൾക്ക് ആ തെറ്റ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് AI വീഡിയോ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. അതേപോലെ ആയിരുന്നു സ്ക്രീൻ കാസ്റ്റ് ലൈവ് കേട്ടോ. അപ്പോൾ അതും ട്രെൻഡിങ് ആയിരുന്നു. പക്ഷെ അവസാനം ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഇനി അങ്ങനെ വീഡിയോ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കുക, എടുത്തു ചാടരുത്. നമ്മൾ അധ്വാനിച്ചാലേ നമുക്കതിനുള്ള പ്രതിഫലം കിട്ടുള്ളൂ. നമ്മൾ കഷ്ടപ്പെടുക തന്നെ വേണം. അല്ലാണ്ട് വെറുതെ ഒന്നും യൂട്യൂബ് മാമ അവിടുന്ന് പൈസയൊന്നും എടുത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് പറഞ്ഞ ഒരു ചുളിവിലും പൈസ ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ വീഡിയോസ് വേണം, നമ്മൾ അധ്വാനിച്ചിട്ട് തന്നെ നന്നായി കഷ്ടപ്പെട്ടാലേ അത് കിട്ടുള്ളൂ എന്ന് എനിക്കൊന്ന് മനസ്സിലായി. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ വീഡിയോ പ്രയോജനമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കരുത്. ബൈ.